ലൈഫ് നിങ്ങളെ എപ്പോഴും പരീക്ഷ കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് തോന്നാറുണ്ടോ? നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ട്രൈ ചെയ്താലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്താം, പ്ലാൻസ് ഒക്കെ ഫെയിൽ ആവാം, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരാം. ആൻഡ് നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചു പോവും, ഇതെന്താ എപ്പോഴും എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയാത്തൊരു സ്റ്റേജിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. എത്ര വലിയ പ്രശ്നം വന്നാലും കാമായിട്ട്, സ്ട്രോങ് ആയിട്ട് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് മെൻ്റലി അൺബ്രേക്കബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് ഇമോഷൻസ് ഇല്ല എന്നല്ല കേട്ടോ, ഹാർട്ട്ലെസ് ആണ് എന്നല്ല. ബട്ട് എന്തൊക്കെ വന്നാലും അതിനൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടാക്കിയെടുക്കലാണ്. അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. നമ്പർ 1, സ്റ്റോപ്പ് പ്ലേയിങ് ദ വിക്ടിം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ സ്വയം ഒരു വിക്റ്റിമായിട്ട് കാണുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നതാണ്. നിങ്ങളൊരു ഇരയായിട്ട് കാണാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരിക്കലും അൺബ്രേക്കബിൾ ആവാൻ കഴിയില്ല. മിക്ക ആൾക്കാരും എപ്പോഴും എന്തിനെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ പാരൻസിനെ, ചൈൽഡ്ഹുഡ്, പാസ്റ്റ്, ബോസ് അല്ലെങ്കിൽ വിധി എന്നൊക്കെ. ബട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങളെ കൂടുതൽ വീക്കാക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഡോണ്ട് സേ വൈ മീ, സേ ട്രൈ മീ. യെസ്, മോശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സംഭവിക്കും. ആളുകൾ നിങ്ങളെ ഹേർട്ട് ചെയ്യും. ബട്ട് നിങ്ങളുടെ പവർ തീരുമാനിക്കുന്നത് നിങ്ങളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. സോ ലൈഫ് ഈസി ആകുന്നതും പ്രതീക്ഷിച്ചിരിക്കാതെ നിങ്ങൾ സ്ട്രോങ് ആവണം എന്ന് തീരുമാനിക്കുക. സോ ദാറ്റ് ലൈഫിൽ എന്ത് പ്രോബ്ലംസ് വന്നാലും നിങ്ങൾക്ക് അതിനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 2, കൺട്രോൾ യുവർ ഇമോഷൻസ് ബിഫോർ ദേ കൺട്രോൾ യു. മെൻ്റലി സ്ട്രോങ് ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരിക്കലും വേദനിക്കേണ്ടി വരില്ല എന്നല്ല, പകരം പെയിന് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കരുത്. ദേഷ്യം, സങ്കടം, പേടി, ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് ഈ ഇമോഷൻസ് നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ സമാധാനം ഫുള്ള് പോകും. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കയറി അങ്ങോട്ട് റിയാക്ട് ചെയ്ത് പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ഒരു ബ്രീത്ത് എടുത്ത് കൺട്രോൾഡായിട്ട് പ്രതികരിക്കാം. ഒരു റൂളുണ്ട്, 90 സെക്കൻഡ് റൂൾ. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഏത് ഇമോഷൻ ആണെങ്കിലും 90 സെക്കൻഡ് നേരമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളതിനെക്കുറിച്ച് പിന്നെയും ഓർക്കുന്നത് കൊണ്ടാണ് ആ ഇമോഷൻസ് പോവാത്തത്. സോ നിങ്ങൾക്ക് ഹേർട്ടായാൽ ദെൻ അതിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കരുത്, അതിനെ ഫീഡ് ചെയ്യരുത്, പകരം അങ്ങോട്ട് വിട്ടുകളയാം. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് പാസ്. നമ്പർ 3, ഡു ഹാർഡ് തിങ്സ് ഓൺ പേർപ്പസ്. കംഫർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എത്രത്തോളം ഡിസ്കംഫോർട്ടിനെ അവോയ്ഡ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് വീക്കാവാൻ തുടങ്ങും. സോ നിങ്ങൾക്ക് മെൻ്റലി അൺബ്രേക്കബിൾ ആവണമെങ്കിൽ ദെൻ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നേരത്തെ എഴുന്നേൽക്കുക, പറയേണ്ട കാര്യങ്ങൾ പറയുക. അതിപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ഫെയിൽ ആയാലും കുഴപ്പമില്ല, വീണ്ടും ട്രൈ ചെയ്യുക, ക്വിറ്റ് ചെയ്യരുത്. ഓരോ തവണ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആവുമ്പോഴും അത് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരികയാണ്. വേദനയെ അവോയ്ഡ് ചെയ്യുമ്പോഴല്ല, അതിനെ ഫേസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ സ്ട്രോങ് ആവുന്നത്. സോ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഹാർഡായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓടി മറിയരുത്, ബിക്കോസ് അത് നിങ്ങൾക്കുള്ളൊരു ട്രെയിനിങ് ആണ്. നമ്പർ 4, ലെറ്റ് ഗോ ഓഫ് വാട്ട് യു കാൺട്ട് കൺട്രോൾ. മിക്ക സമയത്തും നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നത് നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്ക് പാസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. എല്ലാ സിറ്റുവേഷൻസിൻ്റെയും ഔട്ട്കം, ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, ഹൗ യു റെസ്പോണ്ട്, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ കയ്യിലല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ കുറേയൊക്കെ സമാധാനം കിട്ടും. ലെറ്റിംഗ് ഗോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾ തോറ്റു കൊടുക്കുക എന്നതല്ല, മറിച്ച് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനർജി ഫോക്കസ് ചെയ്യുക എന്നതാണ്. സോ നെക്സ്റ്റ് ടൈം ഇതുപോലെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ദെൻ ഒന്ന് പോസ് ചെയ്ത് സ്വയം ചോദിക്കാം, ഇതെൻ്റെ കൺട്രോളിലാണോ? അല്ലെങ്കിൽ ദെൻ ലെറ്റ് ഇറ്റ് ഗോ, അങ്ങോട്ട് വിട്ട് കളയാം. നമ്പർ 5, യു ആർ നോട്ട് യുവർ തോട്ട്സ്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആൻഡ് മിക്ക സമയത്തും അത് കള്ളം പറയാം. അത് പറയുന്നുണ്ടാവും, നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, നിനക്കതിനുള്ള കഴിവൊന്നുമില്ല എന്നൊക്കെ. അത് നിങ്ങളുടെ ഓരോ പരാജയത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് നിങ്ങളെ പേടിപ്പിക്കും, ശരിയല്ലേ? ആൻഡ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതങ്ങോട്ട് വിശ്വസിക്കും. ബട്ട് ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങൾ ആ ചിന്തകളെ ഒബ്സേർവ് ചെയ്യുന്ന ആളാണ്, നിരീക്ഷിക്കുന്ന ആളാണ്. നിങ്ങളുടെ മനസ്സ് പറയുന്നതെല്ലാം സത്യമാവണം എന്നില്ല. സോ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്യണ്ട, പാനിക് ആവണ്ട, ജസ്റ്റ് ഒബ്സേർവ് ചെയ്യുക, അവെയർ ആവുക. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ മേലുള്ള ആ പവർ അങ്ങോട്ട് ബ്രേക്ക് ആവും. നമ്പർ 6, ബിൽഡ് യുവർ ഓൺ കോഡ്. എല്ലാ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്കും ഒരു പേഴ്സണൽ കോഡ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർ വിശ്വസിക്കുന്ന, അവർ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസ്, റൂൾസ്
ആൻഡ് അതവർ ബ്രേക്ക് ചെയ്യില്ല. നിങ്ങളുടെ കോഡ് ചിലപ്പോൾ ഓണസ്റ്റ് ആയിരിക്കാം, സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കാം, ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആവാം. ഈ കോഡാണ് നിങ്ങളുടെ ഇന്നർ കോമ്പസ്. നിങ്ങൾ എങ്ങോട്ട് പോകണം, എന്ത് തീരുമാനം എടുക്കണം, ഏത് തിരഞ്ഞെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കോഡാണ്. സോ നിങ്ങളുടെ കോഡ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, നിങ്ങൾക്കൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. ബിക്കോസ് വൺസ് നിങ്ങൾക്കൊരു കോഡ് സെറ്റായാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല, അതിപ്പോൾ ലൈഫ് എത്ര ഹാർഡായാലും. നമ്പർ 7, ആക്സെപ്റ്റ് പെയിൻ ആൻഡ് ഗ്രോ ഫ്രം ഇറ്റ്. പെയിൻ നിങ്ങളുടെ എനിമിയല്ല, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടീച്ചർ. ഓരോ പരാജയങ്ങളും വേദനകളും നഷ്ടങ്ങളും എല്ലാം ഓരോ പുതിയ പാഠങ്ങളുമായിട്ടാണ് വരിക. നമ്മൾ പലപ്പോഴും ചോദിക്കും, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. പക്ഷേ ശരിക്കുള്ള ചോദ്യം ഇതാണ്, ഇതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത്? പെയിനിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നിങ്ങൾ പവറായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. നിങ്ങൾക്ക് സ്ട്രോങ് ആണ് എന്ന് തോന്നിയിട്ടുള്ള ആരെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, അവരൊക്കെ സ്ട്രോങ് ആയത് ലൈഫ് ഈസി ആയതുകൊണ്ടായിരിക്കില്ല, പകരം ലൈഫ് ഹാർഡ് ആയതുകൊണ്ടാവും. പെയിൻ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നവരാണ് അൺബ്രേക്കബിൾ ആവുക. നമ്പർ 8, ലേൺ ടു ബി അലോൺ വിതൗട്ട് ഫീലിംഗ് ലോൺലി. നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം കമ്പനി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്ന സമയം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദെൻ അത് നല്ലൊരു സൈനാണ് നിങ്ങൾക്ക് മെൻ്റലി സ്ട്രെങ്ത് ഉണ്ട് എന്നതിന്. എപ്പോഴും നിങ്ങളുടെ കൂടെ കുറേ ആളുകൾ ഉണ്ടായിരിക്കണം എന്നൊന്നുമില്ല. യു നീഡ് ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുക, ഫോൺ എടുക്കരുത്, നോ എസ്കേപ്പിംഗ്, ജസ്റ്റ് ബീയിങ്. നിങ്ങളുടെ ചിന്തകളുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക, റിഫ്ലക്റ്റ് ചെയ്യുക, എഴുതുക, ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത്. ആദ്യമൊക്കെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും, ബട്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സമാധാനം ഉണ്ടാവുന്നത് മറ്റുള്ളവരിൽ നിന്നല്ല, അതുണ്ടാവുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്ന്. ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കണം. അങ്ങനെയുള്ളവരെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. നമ്പർ 9, സ്റ്റോപ്പ് സീക്കിംഗ് വാലിഡേഷൻ. കുറേ ആളുകളുണ്ട് എപ്പോഴും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ നോക്കും, മറ്റുള്ളവരെ നമ്മളെ ഇഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ലാസ്റ്റ് റിഗ്രറ്റ് മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. അവർക്ക് എപ്പോഴും കുറേ ലൈക്കും അപ്രൂവലും കോംപ്ലിമെൻറ്റ്സും ഒക്കെ ആയിരിക്കും വേണ്ടി വരിക. ആൻഡ് ആരെങ്കിലും ഒരാൾ ഒന്ന് കുറ്റപ്പെടുത്തിയാൽ മതി, അവരുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് പോകും. നിങ്ങളിങ്ങനെ എപ്പോഴും മറ്റുള്ളവരുടെ വാലിഡേഷൻ നോക്കി നടന്നാലുണ്ടല്ലോ, പിന്നെ റിജക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളാവാനുള്ള പെർമിഷൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട ഗതികേട് ഉണ്ടാവരുത്. മറ്റുള്ളവർ ക്ലാപ്പ് ചെയ്യോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, നിങ്ങൾക്ക് സ്വയം പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എത്രത്തോളം വാലിഡേഷൻ ചേസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കൺട്രോള് മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുകയാണ്. അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ നിങ്ങൾ ഫ്രീ ആണ്. ആൻഡ് നമ്പർ 10, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നാം, ബട്ട് അത് നിങ്ങളുടെ മൈൻഡിന് നൽകാവുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ താങ്ക്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് നന്ദിയുള്ള 3 കാര്യങ്ങളൊന്ന് എഴുതി വയ്ക്കാം. ഈവൻ ചെറിയ കാര്യങ്ങൾ പോലും, ലൈക്ക് നിങ്ങളുടെ ആരോഗ്യം, ഫാമിലി, ഫുഡ് എക്സെട്ര. നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങളിൽ ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. ലൈഫ് ഹാർഡാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ അത് നൽകും. എ ഗ്രേറ്റ്ഫുൾ മൈൻഡ് ഈസ് എ സ്ട്രോങ് മൈൻഡ്, ആൻഡ് സ്ട്രോങ് മൈൻഡ്സിനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ലൈഫ് നമ്മളെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ബ്രൂട്ടലായിരിക്കും, ബട്ട് ഓരോ ചലഞ്ചസും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആണ് എന്നത് തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. റിമെമ്പർ, പെയിൻ ഈസ് ടെമ്പററി, പീസ് ഈസ് പെർമനൻറ്റ് ഇഫ് യു ബിൽഡ് ഇറ്റ് ഫ്രം വിത്തിൻ. സോ ലൈഫ് ഈസി ആവണേ എന്ന് പ്രാർത്ഥിക്കരുത്, അതത്ര ടഫായാലും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. ബി മെൻ്റലി അൺബ്രേക്കബിൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.